സൈലം ടെക്നിക്കലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് KWA ഗ്രേഡ് 1 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ KWA ഗ്രേഡ് 1 എക്സാമിൻ്റെ സിലബസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സിവിൽ ആൻഡ് മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് കോമൺ ആയിട്ട് എഴുതാൻ സാധിക്കുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ സിവിലിൻ്റെ ടോപ്പിക്സും മെക്കാനിക്കലിൻ്റെ ടോപ്പിക്സും നമ്മൾ സാധാരണ എല്ലാ KWA എക്സാമിനുള്ളതുപോലെയും ഈ ഒരു ഫസ്റ്റ് ഗ്രേഡിനും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ സബ്ജക്റ്റിൻ്റെ വെയിറ്റേജ് ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളതെന്നൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമുക്ക് മെക്കാനിക്കൽ ടോപ്പിക്സ് 50 മാർക്സ് ആണ് മെക്കാനിക്കൽ ടോപ്പിക്സ് ഉള്ളത്. പാർട്ട് 1 50 മാർക്ക് മെക്കാനിക്കൽ ആൻഡ് പാർട്ട് 2 50 മാർക്ക് സിവിൽ. ഇങ്ങനെയാണ് നമ്മുടെ സിലബസ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ ടോപ്പിക്സാണ് ഉള്ളത് നോക്കാം. മൊഡ്യൂൾ വൈസ് ആണ് ഇവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് വിത്ത് യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ് 6 മാർക്സ് ആണ് വെയിറ്റേജ്. മൊഡ്യൂൾ 2 എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ് 9 മാർക്ക് വെയിറ്റേജ് ആണ്. മൊഡ്യൂൾ 3 സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് 10 മാർക്ക് വെയിറ്റേജ് ആണ്. മൊഡ്യൂൾ 4 FM അല്ലെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്, അത് 9 മാർക്ക്. മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് ഹൈഡ്രോളിക് മെഷീൻസ് ആണ്, അതും 9 മാർക്കാണ്. ദെൻ മൊഡ്യൂൾ 6 തെർമൽ ആൻഡ് തെർമോഡൈനാമിക്സ് 7 മാർക്ക്. ഇങ്ങനെ ടോട്ടൽ 50 മാർക്കാണ് മെക്കാനിക്കൽ സിലബസിലുള്ളത്. ആൻഡ് അതേപോലെ തന്നെ സിവിലിന് 7 മൊഡ്യൂളുകളാണുള്ളത്. സർവേയിങ് 8 മാർക്ക്, ബിൽഡിംഗ് പ്ലാനിംഗ് ആൻഡ് ഡ്രോയിങ് 5 മാർക്ക്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിംഗ് 10 മാർക്ക്, ദെൻ കോൺക്രീറ്റ് ടെക്നോളജി 7 മാർക്ക്, സ്ട്രക്ചറൽ ഡിസൈൻ 6 മാർക്ക്, ക്വാണ്ടിറ്റി സർവേയിങ് 8 മാർക്ക്, കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് 6 മാർക്ക്. ഇങ്ങനെയാണ് നമ്മുടെ വെയിറ്റേജ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 2 ടോപ്പിക്സിൽ നിന്നും 50-50 വെയിറ്റേജ് ആണ് ഈ ഒരു സിലബസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്കിതിലെ മെക്കാനിക്കൽ ടോപ്പിക്സിലെ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നൊന്ന് നോക്കാം. ആദ്യത്തെ ആൾ മൊഡ്യൂൾ 1 ആണ്. മൊഡ്യൂൾ 1 എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. അതേപോലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററും കൂടിയാണുള്ളത്. ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്കെയില്, എൻലാർജിങ് സ്കെയില്, റെഡ്യൂസിങ് സ്കെയില്, ഇതിൻ്റെ സിലബസിൽ നമ്മൾ സാധാരണ ഒരു ടോപ്പിക്ക് സ്കെയിലിന് മാത്രമല്ലേ കൊടുക്കുള്ളൂ. പക്ഷേ KWAൻ്റെ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ള എല്ലാ സബ് ടോപ്പിക്കും വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ റെഡ്യൂസിങ് സ്കെയിൽ, ഫുൾ സ്കെയിൽ എന്നൊക്കെ പറയുന്നുണ്ട്, പ്ലെയിൻ സ്കെയിൽ, ഡയഗണൽ സ്കെയിൽ, വെർനിയർ സ്കെയിൽ, ഇത്രയും സാധനങ്ങൾ സ്കെയിൽ എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വരുന്നതാണ്. ദെൻ യൂണിറ്റ്സ് ആൻഡ് കൺവേർഷൻ, ദെൻ സൈസ് ഓഫ് ഡ്രോയിങ് ഷീറ്റ്, ഡ്രോയിങ് ബോർഡ് ആൻഡ് ഡ്രോയിങ് ഇൻസ്ട്രുമെൻസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ദെൻ കോണിക് സെക്ഷൻ, മിസലേനിയസ് സ്കെയിൽ, കൺസ്ട്രക്ഷൻ ഓഫ് പോളിഗൺ, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ, ഐസോമെട്രിക് പ്രൊജക്ഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസ്, സെക്ഷൻ ഓഫ് സോളിഡ്, ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസ്. ദെൻ ഇതിൽ ഓട്ടോക്യാഡിൻ്റെ കുറച്ച് കാര്യം പറയുന്നുണ്ട്. ഓട്ടോക്യാഡ് ആണ് അതിൻ്റെ കമാൻഡ്. അപ്പോൾ നോക്കേണ്ട കാര്യം ഗ്രാഫിക്സ് ഉണ്ട്, മെഷർമെൻറ്റ്, യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ ഉണ്ട്. ഓട്ടോക്യാഡും ഈ ഒരു മൊഡ്യൂൾ 1 തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. അതിൽ ഫോഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ദെൻ അതിനുശേഷം നമുക്ക് ഫ്രിക്ഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ വേണ്ട ടോപ്പിക്സ് ഹൈലൈറ്റ് ചെയ്യാം. ഫ്രിക്ഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ദെൻ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് റിപ്പോസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിലേക്ക് വന്നു. ദെൻ ഫ്രെയിമുകളെ പറ്റി പഠിക്കാനുണ്ട്. ദെൻ നമ്മൾ ഫോഴ്സസ് ഡിഫറെൻറ്റ് മെമ്പേഴ്സിലൊക്കെ കണ്ടുപിടിക്കാറുണ്ട്, അതൊരു സെൻറ്റൻസ് ആയി പറഞ്ഞിട്ടുണ്ട്. ദെൻ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് സെൻട്രോയിഡ്, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിയറം. ദെൻ തിയറം അതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് വരും, റേഡിയസ് ഓഫ് ഗൈറേഷൻ പോലത്തെ ടേമുകളും വരും. ദെൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ സോമിൽ നിന്നുള്ള കാര്യങ്ങളാണ് മൊഡ്യൂൾ 3. മൊഡ്യൂൾ 3 സ്ട്രെസ് സ്ട്രെയിൻ അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ഭാഗം സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആണ്. ആ ഭാഗം ഇലാസ്റ്റിക് കോൺസ്റ്റൻറ്റ്, ആ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ദെൻ ടൈപ്സ് ഓഫ് ബീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോഡ്, ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഒക്കെ ഉണ്ട്. ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ദെൻ അത് തന്നെ സിംപ്ലി സപ്പോർട്ടഡ്, ക്യാൻഡിലിവർ, ഓവർ ഹാങ്ങിങ് ബീമൊക്കെ എടുത്ത് പറയുന്നുണ്ട്. ദെൻ കോളം, ദെൻ സ്ട്രട്ട്, ദെൻ നമുക്ക് കോളം തിയറിയുടെ കാര്യങ്ങളുണ്ട്. യൂളേഴ്സ് ഫോർമുല, റാങ്കൈൻസ് ഫോർമുലയൊക്കെ സിലബസിൽ പറയുന്നുണ്ട്. ദെൻ സ്ലെൻഡർനെസ് റേഷ്യോ, ഷോർട്ട് കോളം, ലോങ് കോളം, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ എടുത്ത് പറയുന്നുണ്ട്. സോമിലെ എല്ലാ ടോപ്പിക്സും ഇല്ല കേട്ടോ. സോമിലെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ദെൻ അടുത്തത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. ഇതിൽ നമ്മൾ സാധാരണ ഒരു ഓവർസിയർ ലെവൽ എക്സാമിന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പഠിക്കുന്ന ഭാഗമാണ് ഫ്ലൂയിഡ്, അതിൻ്റെ ടൈപ്പ്, പ്രോപ്പർട്ടീസ് ഒക്കെ. സോ അതൊക്കെയുണ്ട്. പാസ്കൽസ് ലോ, ഹൈഡ്രോസ്റ്റാറ്റിക് ലോ, പ്രഷർ, അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ ബോയൻസി ആൻഡ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ദെൻ നമുക്ക് ബെർണോളിസ് തിയറം അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. അതായത് വെഞ്ചുറി മീറ്റർ, ഒറിഫൈസ് മീറ്റർ, പിറ്റോ ട്യൂബ്, നോച്ചസ്, വിയേഴ്സ് ഒക്കെ പഠിക്കാനുണ്ട്. ദെൻ അതിൻ്റെയൊക്കെ ഡിസ്ചാർജ് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ദെൻ നമുക്ക്
ബൗണ്ടറി ലെയർ തിയറി ആ കാര്യങ്ങളും പഠിക്കാനുണ്ട്. ഇത് മൊത്തം 9 മാർക്കാണ്. ദെൻ ഹൈഡ്രോളിക് മെഷീനിൽ നമുക്ക് പഠിക്കാനുള്ളത് 5th മൊഡ്യൂൾ ഹൈഡ്രോളിക് മെഷീനാണ്. അതിൽ ക്ലാസിഫിക്കേഷൻ, ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ് പ്രൊപ്പൽഷൻ, ഹൈഡ്രോളിക് ടർബൈൻ, ഇമ്പൾസ് ആൻഡ് റിയാക്ഷൻ ടർബൈൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ പഠിക്കാനുണ്ട്. പിന്നെ പമ്പുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബൊക്കെ ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ചോദിക്കുന്ന ആളാണ്. ഡ്രാഫ്റ്റ് ട്യൂബ് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതേപോലെ വാട്ടർ ഹാമറൊക്കെ ഡെഫിനിഷനായിട്ട് എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളാണ്. മൊത്തം 9 മാർക്കാണ്. അപ്പം ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് പഠിച്ചാൽ ഇവിടെ ഒരു 9 ഉണ്ട്, തൊട്ടിപ്പുറത്ത് FM-ൻ്റെ ഒരു 9, 18 മാർക്ക് കിട്ടും. അപ്പോൾ നല്ല വെയിറ്റേജ് ഉണ്ട് ആ സബ്ജക്റ്റിൽ. അതേപോലെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലും പഠിക്കുകയാണെങ്കിൽ 19 മാർക്ക് കിട്ടും. അപ്പോൾ നല്ല വെയിറ്റേജ് ഉള്ള 2 സബ്ജക്റ്റുകളാണ് FM ആൻഡ് SOM എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് തേർമൽ ആൻഡ് തെർമോഡൈനാമിക്സ് ആണ്. സോ തേർമൽ ആൻഡ് തെർമോഡൈനാമിക്സിൽ തെർമോഡൈനാമിക് സിസ്റ്റം, ദെൻ കണ്ടിന്യൂം കൺസെപ്റ്റ്, വേരിയസ് തെർമോഡൈനാമിക് സിസ്റ്റം ആൻഡ് തിയറീസ് ഒക്കെ ഉണ്ട്. ദെൻ എനർജി ബാലൻസ് ഇക്വേഷൻ, അതിൻ്റെ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദെൻ എഞ്ചിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ തുടങ്ങി PV, TS ഡയഗ്രാം, അങ്ങനത്തെ സൈക്കിൾസ് ആൻഡ് ഡയഗ്രാംസ് ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ പ്രസൻ്റ് ആണ്. ഈ ചാപ്റ്റർ മൊത്തം 7 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് മെക്കാനിക്കലിൻ്റെ 50 മാർക്കിൻ്റെ ടോപ്പിക്സ് വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്ന വെയിറ്റേജ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് FM-ഉം SOM-ഉം പഠിച്ചാൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. SOM-ൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സും കൂടെ പഠിക്കാൻ ശ്രദ്ധിക്കുക. ആൻഡ് സൈലം ടെക്നിക്കലിൻ്റെ KWA ഗ്രേഡ് 1 ബാച്ച് നമ്മൾ ഉടനടി ആരംഭിക്കുന്നുണ്ട്. നമ്മൾ 2 ബാച്ചുകളാണ് ആരംഭിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ഒന്ന് മെക്കാനിക്കൽ ടോപ്പിക്സ് മാത്രമുള്ള KWA ഗ്രേഡ് 1 ബാച്ചും, രണ്ടാമതായിട്ട് KWA ഗ്രേഡ് 1 ടോട്ടൽ സിലബസ്, അതായത് സിവിൽ പ്ലസ് മെക്കാനിക്കൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ബാച്ചസും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബാച്ചസ് ഒക്കെ തന്നെയും ലൈവ് പ്ലസ് റെക്കോർഡഡ് കൺസെപ്റ്റിലാണ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക. ഓക്കെ, മോസ്റ്റ് പ്രോബബ്ലി 19th and 20th ആണ് നമ്മളുടെ 19 and 20 ആണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ്സ് വരുന്നത്. ആൻഡ് സൈലം ടെക്നിക്കലിൻ്റെ തന്നെ AE എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിരൻസ് ഉണ്ടെങ്കിൽ AE സിവിൽ ബാച്ച് 26-27 AE ബാച്ച് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. നമ്മളെല്ലാ ബാച്ചിലും പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ KWA ഗ്രേഡ് 1 ആണെങ്കിലും AE സിവിൽ ലൈവ് ബാച്ച് ഒക്കെ ആണെങ്കിലും ക്ലാസ്സസ് നമ്മൾ കംപ്ലീറ്റ് സിലബസ് പ്രകാരം എടുത്തു തീർക്കുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ ടെസ്റ്റുകൾ, മെൻറ്റർഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു കോഴ്സിന് വരുന്ന ഫീസ് 12,999 ആണ്. അപ്പോൾ ഈ 2 ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 9995100800 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ച് ഉടനടി നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ദെൻ ഇനി നമുക്ക് സിവിലിൽ വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സിവിലിൻ്റെ ടോപ്പിക്സ് ഒക്കെ കുറച്ചുകൂടെ ഇങ്ങനെ വാരി വലിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ കൺസെപ്റ്റുകളും അതിൽ എടുത്തെടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മെയിൻ ഹെഡുകൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ സർവേയിങ് ആണ്. സർവേയിങ്ങിൻ്റെ ഇൻട്രഡക്ഷൻ അല്ലെങ്കിൽ പേർപ്പസ് ഓഫ് സർവേയിങ്, ദെൻ ടൈപ്സ് ഓഫ് സർവേ, ലെവലിംഗ്, അതിൻ്റെ പ്രിൻസിപ്പിൾ, അതിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നുണ്ട്. ദെൻ തിയോഡലൈറ്റ് സർവേയിങ് ഉണ്ട്. ദെൻ അതിനുശേഷം നമുക്ക് പറയാൻ സാധിക്കുക ലെവലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആ ഒരു മൊഡ്യൂളിൽ എടുത്ത് പറയുന്നുണ്ട്. കേവുകളെ പറ്റി പഠിക്കാനുണ്ട്. കേവുകളുടെ ടൈപ്പ്, അതിൻ്റെ പല പല ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ദെൻ മോഡേൺ സർവേയിങ് എക്യുപ്മെൻറ്റ്സിനെ പറ്റി പഠിക്കാനുണ്ട്. അതിൽ GPS, GIS അങ്ങനെ തുടങ്ങി ഇലക്ട്രോണിക് തിയോഡലൈറ്റ് തുടങ്ങി എല്ലാ കാര്യങ്ങളും പഠിക്കാനുണ്ട്. അത് വിശദമായിട്ട് ഈ ഒരു സിലബസിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് സർവേയിൽ പഠിക്കാനുള്ളത്. അപ്പം ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ പ്രസൻ്റ് ആണ്. ദെൻ അടുത്തത് നമുക്ക് ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് ഡ്രോയിങ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൽ ആക്ച്വലി നമ്മൾ ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കാളും അപ്പുറം നമുക്ക് വേണ്ടത് എന്താണ്? ബിൽഡിംഗ് ബൈലോസ് ആണ്. ബിൽഡിംഗ് ഡ്രോയിങ് എന്ന് പറയുന്ന ഭാഗവുമുണ്ട്, അതുപോലെ ബിൽഡിംഗ് ബൈലോസ് ഒക്കെ ഉണ്ട്. സോ ആ ഒരു ബൈലോസിൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങളും എടുത്തിവിടെ പറയുന്നുണ്ട്. അതായത് പ്ലിന്ത് ഏരിയ, ഫ്ലോർ ഏരിയ, കാർപ്പറ്റ് ഏരിയ, ഫ്ലോർ ഏരിയ റേഷ്യോ, കവറേജ്, ഇതൊക്കെ നമ്മൾ ടെക്നിക്കൽ ടേംസിൻ്റെ കൂട്ടത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിങ്, അതിൽ നിന്നൊക്കെ പൊതുവെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന ഭാഗമാണ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിങ് സിലബസിലുണ്ട്. ദെൻ KMBR, അതേപോലെ NBC റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സിലബസിൽ പറയുന്നുണ്ട്. ദെൻ പ്ലംബിംഗ് ലേഔട്ട് സിസ്റ്റം, വാട്ടർ ആൻഡ് സാനിറ്ററി ഫിക്സ്റ്റേഴ്സ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു മൊഡ്യൂളിലുണ്ട്. അതായത് നമ്മുടെ പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷനിൽ വരുന്ന കുറച്ച് ഭാഗം ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് ഡ്രോയിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. കുറച്ച് വലിയ മൊഡ്യൂളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് പഠിക്കാനുള്ളത് സ്റ്റോണിനെ പറ്റിയിട്ടാണ്. സോ സ്റ്റോണ്, അതേപോലെ ലൈമ്, ദെൻ ടിമ്പർ. അവിടെ പോയി ടിമ്പറിൻ്റെ സ്റ്റാർട്ട് കാണുന്നില്ലല്ലോ,
യൂസസ് ഓഫ് ഗുഡ് ടിമ്പർ തൊട്ടിട്ട് ടിമ്പറിൻ്റെ സീസണിങ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദെൻ ബ്രിക്കിൻ്റെ ചാപ്റ്റർ പഠിക്കാനുണ്ട്. ടൈപ്സ് ഓഫ് ബ്രിക്സുകൾ, ഇതിൻ്റെയൊക്കെ ടെസ്റ്റുകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ ഫ്ലോസ് ആൻഡ് ഫ്ലോറിംഗ് മെറ്റീരിയൽസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ദെൻ ഇതിൻ്റെ ഒപ്പമാണ് വുഡ് പ്രൊഡക്ട്സ്, നമ്മൾ ടിമ്പർ എന്ന ചാപ്റ്ററിൽ എടുക്കുന്ന വുഡ് പ്രൊഡക്ട്സ് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഗ്ലാസ് സിലബസിലുണ്ട്. ദെൻ ഗ്ലാസിൻ്റെയൊക്കെ പല പല ടൈപ്പുകൾ, അതായത് ടഫ് ആൻഡ് ഗ്ലാസ്, ആ കാര്യങ്ങളൊക്കെ സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്. ദെൻ വാട്ടർ പ്രൂഫിംഗ്, ടെർമൈറ്റ് പ്രൂഫിംഗ് സിലബസിലുണ്ട്. അപ്പോൾ DPC ആൻഡ് ടെർമൈറ്റ് പ്രൂഫിംഗ് പഠിക്കണം. ദെൻ തേർമൽ ആൻഡ് സൗണ്ട് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസും സിലബസിൽ പറയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു എക്സാമിന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ തന്നിട്ട് അത് സൗണ്ട് പ്രൂഫിംഗ് ആണോ തേർമൽ പ്രൂഫിംഗ് ആണോ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണം. ദെൻ വാർണിഷ്, അതിൻ്റെ യൂസസ് പഠിക്കാനുണ്ട്. പിന്നെ ഫ്ലൈ ആഷ്, ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പൊസലോണിക് മെറ്റീരിയൽസ് ആണ്, അതിൻ്റെ കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. ദെൻ നമ്മുടെ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ലോഡ് ബിയറിംഗ് വാള്, ഫ്രെയിംഡ് വാള്, കോമ്പോസിറ്റ് സ്ട്രക്ചേഴ്സ്, പ്രീ ഫാബ്രിക്കേറ്റഡ് സ്ട്രക്ചേഴ്സ് ഒക്കെ സിലബസിലുണ്ട്. ആൻഡ് എർത്ത് റെസിസ്റ്റൻസിന് വേണ്ട കാര്യങ്ങളും സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ സ്ട്രക്ചറൽ സ്റ്റീൽ ബിൽഡിങ്സിൻ്റെ കാര്യവും സിലബസിൽ പറയുന്നുണ്ട്. ദെൻ ബിൽഡിംഗ് കമ്പണൻസ് ആയിട്ടുള്ള, അതായത് സബ്സ്ട്രക്ചർ അതേപോലെ സൂപ്പർ സ്ട്രക്ചർ, ഇതിനെപ്പറ്റി മൊത്തത്തിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി വേണം. സോ ഫൗണ്ടേഷൻ, DPC, ദെൻ സൂപ്പർ സ്ട്രക്ചറിൽ വരുന്ന ഭാഗങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ദെൻ ആ ഫൗണ്ടേഷൻ്റെ ഭാഗങ്ങളാണ് ഇവിടെ കുറേ കാര്യങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഷാലോ ഫൗണ്ടേഷൻ, ഡീപ്പ് ഫൗണ്ടേഷൻ, അതിൻ്റെ ടൈപ്പുകളൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ദെൻ അടുത്തത് മേസൺറി ആണ്. അതിൽ തന്നെ സ്റ്റോൺ മേസൺറി ഉണ്ട്, അതേപോലെ തന്നെ ബ്രിക്ക് മേസൺറി ഉണ്ട്, പിന്നെ സോളിഡ് കോൺക്രീറ്റ് ബ്ലോക്ക് മേസൺറി, ഹോളോ ആൻഡ് സോളിഡ് കോൺക്രീറ്റ് മേസൺറി ഉണ്ട്, കോമ്പോസിറ്റ് മേസൺറി ഒക്കെ ഈ ഒരു മേസൺറി എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നതാണ്. ദെൻ ഷോറിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്, അണ്ടർപിന്നിങ് ഉണ്ട്, സ്കഫോൾഡിംഗ് ഉണ്ട്. സ്കഫോൾഡിംഗ്, ഷോറിംഗ്, അണ്ടർപിന്നിങ് സിലബസിലുണ്ട്. ദെൻ ഡോസ് ആൻഡ് വിൻഡോസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്, അത് പഠിക്കണം. അപ്പോൾ അതിൽ നിന്നൊക്കെ പൊതുവേ ഓരോ ക്വസ്റ്റ്യൻസ് കിട്ടുന്നതാണ്. ദെൻ സ്റ്റെയർ, വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ വരുന്നതാണ് സ്റ്റെയർ, ലിഫ്റ്റ്, എസ്കലേറ്റർ ഒക്കെ, അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിലിങ്സ് ഉണ്ട്. റൂഫ് കവറിങ് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ BCയിലും BMലും ആയിട്ട് പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്. അത് കുറച്ചുകൂടെ വിശദമാക്കി പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ അടുത്തത് കോൺക്രീറ്റ് ടെക്നോളജി ആണ്. കോൺക്രീറ്റ് ടെക്നോളജിയിലും നമ്മൾ ക്ലാസ്സിലൊക്കെ എടുക്കുന്ന എല്ലാ ടോപ്പിക്സും പ്രസൻ്റ് ആണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ ഇൻഗ്രീഡിയൻസ് ആണ് പഠിക്കുക. അതിൽ തന്നെ സിമെൻറ്റിൻ്റെ ഡീറ്റെയിലിംഗ് വേണം, അഗ്രിഗേറ്റിൻ്റെ ഡീറ്റെയിലിംഗ് വേണം, അതേപോലെ അഡ്മിക്സറിൻ്റെ ഡീറ്റെയിലിംഗ് വേണം. അപ്പോൾ ഇതിൽ സിമെൻറ്റ്, അതിൻ്റെ ടൈപ്പ്, അതാണ് സിലബസിൽ പറയുന്നത്. ആദ്യം സിമെൻറ്റ്, അതിൻ്റെ മാനുഫാക്ചറിങ്, അതിൻ്റെ ടൈപ്പുകൾ, അതിൻ്റെ ഗ്രേഡുകളൊക്കെ പഠിക്കണം. അതേപോലെ തന്നെ ടെസ്റ്റുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ടൈപ്സ് ഓഫ് സിമെൻ്റ് ഒക്കെയാണ് ഇവിടെ നിങ്ങൾക്ക് കുറേ ലൈനായിട്ട് കൊടുത്തത് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം നമുക്ക് അഗ്രിഗേറ്റിൻ്റെ കാര്യങ്ങൾ പഠിക്കണം. അഗ്രിഗേറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ ടെസ്റ്റുകൾ, അതിൻ്റെ യൂസസ് ഒക്കെ ഇതിൽ പ്രസൻ്റ് ആണ്. അതേപോലെ സാൻഡ് ടെസ്റ്റുകളൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. ദെൻ സാൻഡിൻ്റെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ക്വാളിറ്റി ഓഫ് വാട്ടർ പഠിക്കാനുണ്ട്. ആൻഡ് ഈ ഒരു സിലബസിൻ്റെ മിഡിലേക്കാണ് നമുക്ക് ഇൻഗ്രീഡിയൻസിൻ്റെ ബാക്കിയായിട്ടുള്ള അഡ്മിക്സേഴ്സ് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും, കെമിക്കൽ അഡ്മിക്സേഴ്സ് എന്ന് പറയുന്നുണ്ട്. സോ കെമിക്കൽ അഡ്മിക്സേഴ്സ്, അതിനുശേഷം താഴത്തേക്ക് പല ടൈപ്പ് ഓഫ് അഡ്മിക്സേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതേപോലെ പല ടൈപ്പ് ഓഫ് കോൺക്രീറ്റും പറയുന്നുണ്ട്. അപ്പോൾ അഡ്മിക്സേഴ്സ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോൺക്രീറ്റുകൾ, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺക്രീറ്റുകൾ പഠിക്കണം. ദെൻ പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻഗ്രീഡിയൻസിന് ശേഷം നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് കോൺക്രീറ്റ്, അതാണ് തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്രഷ് ആൻഡ് ഹാർഡ് ആൻഡ് കോൺക്രീറ്റ്, അതിൻ്റെ ഗ്രേഡുകൾ, അതിൻ്റെ ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിലാണ് ശരിക്കും നമ്മൾ പറയുന്ന VB കൺസിസ്റ്റോമീറ്റർ, സ്ലം കോണ്, കോമ്പാക്ഷൻ ഫാക്ടർ ഒക്കെ വരുന്നത്. സ്ലംബിൻ്റെ ടെസ്റ്റുകളൊക്കെ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ദെൻ കോൺക്രീറ്റിൻ്റെ പ്രിപ്പറേഷൻ, ബാച്ചിങ്, മിക്സിങ് തുടങ്ങി ഈ പ്രിപ്പറേഷൻ്റെ സ്റ്റേജുകളും ഈ ഒരു മൊഡ്യൂളിൽ പ്രസൻ്റ് ആണ്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ കോൺക്രീറ്റിൻ്റെ എല്ലാ ടെസ്റ്റുകൾ പഠിക്കണം. അതിലിപ്പോൾ ലാസ്റ്റിലേക്ക് നമുക്ക് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നോൺ ഡിസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ഓഫ് കോൺക്രീറ്റ് ഉണ്ട്. അതേപോലെ കോൺക്രീറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ ടെസ്റ്റുകൾ, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, കോൺക്രീറ്റിൻ്റെ പ്രിപ്പറേഷൻ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോൺക്രീറ്റ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്, ഇറിഗേഷനിലും നമുക്ക് മൊത്തം എല്ലാ കാര്യങ്ങളും സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ഇറിഗേഷനിൽ വരുന്നത് ആദ്യം നമ്മൾ പഠിക്കുന്നത് ക്രോപ്പ് വാട്ടർ റിക്വയർമെൻ്റ് ആണ്. അതിൻ്റെ കാര്യങ്ങൾ മുഴുവനും പ്രസൻ്റ് ആണ്. പിന്നെ ഇറിഗേഷൻ സ്ട്രക്ചേഴ്സ്, ഈ ക്രോപ്പ് വാട്ടർ റിക്വയർമെൻറ്റ്, ഡ്യൂട്ടി ആൻഡ് ഡെൽറ്റ പോലത്തെ ഹെഡുകളിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ദെൻ ഇറിഗേഷൻ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ദെൻ സ്റ്റോറേജ് ആൻഡ് ഡൈവേർഷൻ ഹെഡ് വർക്കുകളെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സാധാരണ പറയുന്ന എല്ലാ കമ്പണൻസും ഇതിൽ പ്രസൻ്റ് ആണ്. പിന്നെ വിയർ, അതേപോലെ റെഗുലേറ്റേഴ്സ്,
ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെ, ക്രോസ് ഡ്രെയിനേജ് വർക്ക്, റെഗുലേറ്റേഴ്സ്, സ്റ്റോറേജ് ഹെഡ് വർക്ക്, ഡൈവേർഷൻ ഹെഡ് വർക്ക് ഒക്കെ പ്രസൻ്റ് ആണ്. ദെൻ സ്ട്രക്ചറൽ ഡിസൈൻ ആണ് അടുത്ത മൊഡ്യൂള്. സോ സ്ട്രക്ചറൽ ഡിസൈനിൽ നമുക്ക് ആദ്യം പറയുന്നത് RCCയുടെ ഭാഗമാണ്. സോ ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ്റെ കൺസെപ്റ്റ്, ദെൻ ടൈപ്പ് ഓഫ് സെക്ഷൻസ്, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഭാഗം, അതേപോലെ തന്നെ ബീം നമ്മൾ തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് പഠിക്കുക. ന്യൂട്രൽ ആക്സിസ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ബീമിൻ്റെ ഡിസൈൻ വെച്ചിട്ടാണ്. സോ നോർമൽ ബീമിൻ്റെ ഡിസൈൻ, ഫ്ലാഞ്ചഡ് ബീം, അങ്ങനെ ബീമിൻ്റെ ഡിസൈൻ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ സിലബസിലുണ്ട്. ദെൻ സ്ലാബ്, 1 വേ സ്ലാബ്, 2 വേ സ്ലാബ്, അതിൻ്റെ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയാസ് ഒക്കെ സിലബസിൽ പറയുന്നുണ്ട്. പിന്നെ കോളം നമ്മൾ തൊട്ട് മുന്നേ MOSൻ്റെ ഒപ്പം കോളത്തിൻ്റെ കുറച്ച് പ്രൊവിഷൻസ് അവിടെയും കണ്ടു കേട്ടോ. ദെൻ ഡിസൈൻ ഓഫ് സ്റ്റെയർ കേസ് ഉണ്ട്. അതേപോലെ ഇവിടെയും കോളത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്, തിയറി ഓഫ് ഡിസൈൻ ഓഫ് കോളം പറയുന്നുണ്ട്. ദെൻ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഇത് കൂടാതെ നമുക്ക് ഫൂട്ടിങ്, കോളം ഫൂട്ടിങ്, ഐസൊലേറ്റഡ് കോളം ഫൂട്ടിങ്, റെക്ടാങ്കുലർ ഫൂട്ടിങ്ങിൻ്റെ കാര്യവും ഈ ഒരു ഡിസൈനുമായി ബന്ധപ്പെടുത്തി പഠിക്കാനുണ്ട്. അപ്പോൾ മെയിനായിട്ട് കോഡൽ പ്രൊവിഷൻസ് ആണ് അവിടെ നിങ്ങൾ പരിചയപ്പെടേണ്ടത്. അടുത്ത സബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി സർവേയിങ് ആണ്. ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാലുവേഷനിലെ എല്ലാ ഹെഡുകളും ഇതിൽ പ്രസൻ്റ് ആണ്. ആദ്യം നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരുന്ന ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് ഉണ്ട്. അതിനുശേഷം നമുക്ക് കുറേ ടെക്നിക്കൽ ടേംസ്, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിൽ പ്രസൻ്റ് ആണ്. ദെൻ അതിനുശേഷം നമ്മൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൻ്റെ ടൈപ്പുകൾ, പിന്നെ ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് എടുക്കുന്ന ടൈപ്പുകളെ പറ്റി പറയുന്നുണ്ട്. ആക്ച്വലി അത് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് ഡിപ്ലോമേൻ്റെ സിലബസ് അതുപോലെ കോപ്പി ചെയ്ത് വന്നതുകൊണ്ടാണ്. അല്ലാതെ നമുക്കൊരു വീടിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ കോൺക്രീറ്റിൻ്റെ ഒക്കെ സിമ്പിൾ കാൽക്കുലേഷൻ ചോദിക്കുന്നല്ലാണ്ട് വലിയ കാൽക്കുലേഷൻ ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മൾ സാധാരണ എന്താ പറയുക, എസ്റ്റിമേഷനിൽ പഠിക്കുന്ന കാര്യങ്ങളായിട്ടുള്ള അതിൽ നിന്നുള്ള ടെക്നിക്കൽ ടേംസ്, ഏരിയ ഡെഫിനിഷൻസ് തൊട്ട് മുന്നേ ഒരു മൊഡ്യൂളിൽ കിട്ടി. അത് കൂടാതെ നമുക്ക് വാലുവേഷൻ്റെ ടേമുകളൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ പഠിക്കാനുള്ളത്. ദെൻ ഇതോട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ബാർബെൻഡിങ് സ്കെഡ്യൂള്, റോഡ് എസ്റ്റിമേറ്റ് ഒക്കെ പഠിക്കണം. ദെൻ അടുത്ത ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇപ്പം ഒരു എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ പണ്ടൊന്നും കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിൽ നിന്ന് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും ഈ ഒരു ചാപ്റ്ററും നിങ്ങൾ പഠിക്കണം. സോ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിനെ പറ്റിയിട്ടാണ് ആദ്യം പഠിക്കാനുള്ളത്. ദെൻ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ദെൻ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് പറയുന്നുണ്ട്. പിന്നെ ഡിഫറെൻറ്റ് ഡ്യൂട്ടീസ്, ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് PWD ഒക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ PSUയിൽ വരുന്ന ഓർഗനൈസേഷണൽ സ്ട്രക്ചർ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ടൈപ്സ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ദെൻ പ്രൊജക്ട് മാനേജ്മെൻറ്റ് ടൂൾസ്, ഇതാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഭാഗം. പ്രൊജക്ട് മാനേജ്മെൻറ്റ് ടൂൾസ് ഒക്കെ സിലബസിൽ പ്രസൻ്റ് ആണ്. ദെൻ വർക്ക് ഓർഡർ, കണ്ടീഷൻസ് ഓഫ് എഗ്രിമെൻറ്റ്, അങ്ങനെ നമ്മളെ ഒരു കോൺട്രാക്റ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ടേമുകളും ഈ ഒരു സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിലബസ് നോക്കുകയാണെങ്കിൽ കുറച്ച് വാസ്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പല ടോപ്പിക്കുകളും ഡിപ്ലോമേൻ്റെ സിലബസ് അതേപോലെയാണ് ഇവിടെ പേസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അത്ര ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നോർമൽ ഒരു ഓവർസിയർ ആൻഡ് നോർമൽ ഒരു മെക്കാനിക്കൽ ഓർ സിവിൽ ഓവർസിയർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ വരുന്ന ടോപ്പിക്സ് തന്നെയാണ് സിലബസിൽ വരുന്നത്. അത് കുറച്ചുകൂടെ വാസ്റ്റായി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. വലിയൊരു സിലബസാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സിലബസ് കൃത്യമായിട്ട് പഠിച്ചു തീർക്കണമെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സൈലം ടെക്നിക്കലിൻ്റെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. താങ്ക് യു ഓൾ.